എന്തുപറ്റി? ഓഫീസിൽ പോയില്ല? ഇല്ല, ഒരു മെമ്പർ മരിച്ചു, അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് അവധിയാ. ആരോ കാണാൻ വന്നിരിക്കുന്നു. അഗസ്റ്റിൻ എന്നാ പറഞ്ഞേ. എന്റെ മാതാവേ, ഹാനിയമ്മ അറിയാതെ നിന്ന് ഡീൽ ചെയ്താലേ ഞാൻ നാളെ 10 പാക്കറ്റ് മെഴുകുതിരി വാച്ച് കത്തിച്ചോളാം. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ്. I am Augustine. ഉലഹന്നാൻ. അറിയാം. കുടിക്കാൻ? നോ താങ്ക്സ്. എനിക്കൊരു സ്ട്രോങ് ടീ, നീ പതുക്കെ എടുത്താൽ മതി. ഞാൻ വന്ന കാര്യം ഇവിടെ നിന്ന് പറഞ്ഞാൽ സാറിന്റെ വൈഫ് കേട്ടാൽ മോശമാവും. നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഗുഡ്. സോറി സർ, സോറി. സാറ് വിളിച്ചപ്പോൾ ഞാൻ ഹൂ ആർ യു എന്ന് ചോദിച്ചത് ഫീൽ ചെയ്ത് കാണുന്നു ജൂലി പറഞ്ഞായിരുന്നു. തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തത് അതുകൊണ്ടാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്തത് തെറ്റാണ് സർ. കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സർ. കാശ്? സർ പ്ലീസ് വാങ്ങണം സർ. എന്നോട് അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചു തരാം. സാർ ഒന്ന് അവളോട് സംസാരിക്കണം പ്ലീസ്. ബെല്ലടിക്കട്ടെ സർ. ഹലോ, ഉലഹന്നാനാണ്. സോറി സർ, അങ്ങേര് ചേട്ടന്റെ വീട്ടിൽ പോകാതെ എന്നെ പരീക്ഷിക്കാൻ ഇങ്ങോട്ട് വന്നു. സാറിന്റെ കോള് വന്നപ്പോ ഇതാരാടിയെന്നും ചോദിച്ച് ചീറി പാഞ്ഞൊരു വരവ്. അപ്പോ പിടിച്ചു വെക്കാൻ വേണ്ടി ഞാനൊരു നുണ പറഞ്ഞു. എന്ത്? ബ്യൂട്ടി പാർലറിന്റെ കടമുറിക്ക് അഡ്വാൻസ് 10,000 rupees സാറിനോട് കടം വാങ്ങിയെന്ന്. ദയവ് ചെയ്ത് സാർ ആ കാശ് വാങ്ങിച്ചു വെക്കണം, അല്ലെങ്കിൽ എന്റെ കുടുംബം തകർന്നു പോകും. പ്ലീസ് സർ, പ്ലീസ്. പൈസ 10,000 ഉണ്ട് സാർ, ഉണ്ട്, മുഴുവനായിട്ടുണ്ട് സാർ. താങ്ക് യു സാർ. എന്നാ പിന്നെ ഞാൻ പോട്ടെ സാർ. ഒരു 3-4 പേർ കൂടെ കാശ് കൊടുക്കാനുണ്ട്. ഒരു 3-4 പേർ കൂടെ കൊടുക്കാനുണ്ട്. എന്ത് നല്ല മനുഷ്യൻ. 3-4 പേർക്കാ? ദൈവമേ. ഈ ഗാനം ഉന്നച്ചാന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഓ മൈ ജൂലി, ജൂലി നിന്റെ ഗിറ്റാറിൻ മാറിലെത്ര കമ്പി, ഒരു കമ്പി. നിങ്ങളുടെ ജൂലി മോൾ ഒരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പ്രണയം ഒരു ഉത്സവമാണ്, ഉത്സവങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. അവള് കൊള്ളാലോ. എന്തായാലും കൊടി ഇറങ്ങി ഉറപ്പായി. ഇവന്റെ ഒരൊറ്റ പ്രാക്കാണ് ഇതിനൊക്കെ കാരണം. നിന്റെ കുശുമ്പ്, കുന്നായ്മ, അസൂയ, കണ്ണുകടി. ഞാനാ? എന്റെ മുഖത്ത് നോക്കി പറടാ, നിന്റെ മനസ്സിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പറയടാ. എന്തൊന്നു പറയാൻ? ചെറുതായിട്ട്. എനിക്ക് വിളിക്കേ. ആരെങ്കിലും എനിക്ക് ഇപ്പൊ വിളിച്ചു തരണം. ഏതെങ്കിലും ഒരു പെണ്ണിനോട് എനിക്ക് ഇപ്പൊ സംസാരിക്കണം. ഒരേ ഒരു കമ്പിയല്ലേ? ശരി, ഒറ്റ ദിവസം കൊണ്ട് അച്ഛനെ ടച്ചിങ്സിന് പെണ്ണിന്റെ ശബ്ദം വേണമെന്നായി. വിളിക്കേ. ആരെങ്കിലും ഒരാളെ വിളിച്ചു കൊടുക്കടാ. നിന്റെ പെങ്ങളുടെ നമ്പർ ഒന്നും അല്ലല്ലോ ചോദിക്കും. അങ്ങനെ വിളിക്കേ. നിർബന്ധമാണ്. വിളിക്കേ. ഇവന്റെ ഒരു സെറ്റപ്പ് ഞാനിന്ന് കലക്കി കാണിച്ചു കൊടുക്കാം. ഒരേ ഒരു കമ്പിയല്ലേ? മുറുക്ക് വേണം. മാന്യമായിട്ട് ഡീൽ ചെയ്യണം. ഓക്കെ? ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുമ്പോൾ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതി. എന്താ പേര്? പേരൊക്കെ എന്തിനാ? ആരെങ്കിലും മതി എന്നല്ലേ പറഞ്ഞത്. പിടിച്ചേ. മാന്യത, മാന്യത. ഹലോ, ഹലോ, ഹൗ ആർ യു? ഞാൻ വേണുക്കു. ഉന്നച്ചായനാ?
എനിക്കത് പണിയാന്നാണല്ലോ. എന്താ പ്രശ്നം എന്താന്ന്? എന്നെ വിളി, ഫോണാണ്. ചുമ്മാ ആനിയമ്മ ഇവൻ വിളിച്ചതെന്ന്. അടിച്ചു ചവിട്ടി പൊട്ടിയില്ലേ? ആയിരല്ല, ഞാൻ ചവിട്ടാം. ഫോണിൽ പരിപാടി ഞാൻ കിട്ടിയില്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കാം പ്ലീസ്. ചെറുതണലുകളിൽ നിന്നിടാമൊരു നിമിഷം മിഴി നിറയുവതും ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ചിരി വിടരുവതും ഇത് ഈ ശബ്ദം അനിയമ്മ. അതെ, നമ്മുടെ റീത്താമ്മയുടെ കൊച്ചുമോൾ എടുത്തതാ. സിസിലി ഇപ്പൊ അയച്ചു തന്നതാ. ഒരു പുഴയരികിൽ ചെറുതണലുകളിൽ അവള് ബെഡ്റൂമിലും ബാത്റൂമിലും ഒക്കെ മൂളിപ്പാട്ട് പാടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പള്ളിക്കോറിൽ പാടിയതായി കേട്ടിട്ടുണ്ട്. അപ്പൊ നീ പാട്ടൊന്നും കേട്ടിട്ടില്ലേ? കേട്ടത് ഇല്ല ഞാൻ മൊത്തത്തിൽ സ്പോർട്സ് ആയിരുന്നല്ലോ, ജാവലിൻ ത്രോ. നിന്നെ പോലെ ഇത്രയും രസികനായ ഒരു ഭർത്താവിന് ഇത്രയും കൊല്ലം സഹിച്ചതിന് ആനിയമ്മയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം. അത് സത്യം, പരമസത്യം. ഭർത്താവാണത്രേ. തന്ത്രികൾ പൊട്ടിപ്പോയ ആനിയമ്മൻ ചേച്ചിയുടെ ജീവിതം. ഓ, ഇയാൾ എന്തൊരു ഭർത്താവാണ്, യൂസ്ലെസ് ഫെലോ. നീ മിണ്ടരുത്. എടാ നീ ഈ ഇരിക്കുന്ന 2 ഫോണിനോട് കാണിക്കുന്ന സ്നേഹം നീ ഭാര്യ ലതയോട് കാണിക്കുന്നുണ്ടോ? എന്നിട്ടാ ഇവൻ എന്നോട് ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ, ഈ ഫോൺ വിലയുടെ പേരിൽ എന്തെങ്കിലും കലിപ്പുണ്ടായ നിന്റെ ജീവിതം ഞാൻ കോഞ്ഞാട്ടയാക്കും, നോക്കിക്കോ. അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? നീ എന്തിനാ ആവശ്യമില്ലാതെ ആനിയമ്മയെ വിളിച്ചു കൊടുത്തേ? അങ്ങനെയെങ്കിലും ഭാര്യ എടുത്ത് സ്നേഹമുള്ള 2 വർത്താനം ഈ ഐറ്റം പറയട്ടെ എന്ന് വിചാരിച്ചു. ബെന്നി നീ ഒഴിച്ചേ.